ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോംഗെയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രാക് ഗ്യാൽപോ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യേൽ വാങ്ചുങ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കി. 10 ദിവസത്തെ കസ്റ്റഡിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷയിൽ കോടതി തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് മാസത്തെ ബില്ലുകൾ പാസാക്കാൻ ട്രഷറികൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. മാർച്ച് 19 വരെ ട്രഷറികളിൽ ലഭിച്ച എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേനൽക്കാലത്ത് ശുദ്ധജല ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അഭ്യർത്ഥന പ്രകാരം ലക്ഷദ്വീപ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അവശ്യ സേവന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തപാൽ വോട്ട് സേവനം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോഗ്യ സേവനം, തപാൽ പോലീസ് തുടങ്ങി ലക്ഷദ്വീപിൽ നിന്നും 11 വിഭാഗം ജീവനക്കാർക്കാണ് ഈ സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നാളെ എറണാകുളത്ത് അവലോകന യോഗം നടത്തും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഒരുക്കങ്ങളാണ് വിലയിരുത്തുക. മൂന്നാറിലെ ജനവാസ മേഖലയായ സെവൻമലയിൽ കരിമ്പുലിയെ കണ്ടു. ഇന്ന് രാവിലെയാണ് ടൂറിസ്റ്റ് ഗൈഡിന്റെ ക്യാമറയിൽ കരിമ്പുലിയുടെ ചിത്രം പതിഞ്ഞത്. 1.5 വർഷം മുമ്പ് രാജമലയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ കരിമ്പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നെന്നും ഈ പുലിയെയാകാം സെവൻമലയിലും കണ്ടതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. പീഡന കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന് ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 2 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾജാമ്യവും നൽകണം. വിചാരണ തീരും വരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുതെന്നും നിർദ്ദേശമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി സാക്ഷ്യം ആപ്പുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ രജിസ്ട്രേഷൻ മുതൽ വോട്ടെടുപ്പ് ദിവസത്തെ യാത്രാ സൌകര്യം വരെ ഉറപ്പാക്കാൻ ഈ ആപ്പ് ഉപയോഗിക്കാം. സാക്ഷ്യം ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 18 വയസ്സ് തികഞ്ഞവർക്ക് കമ്മീഷന്റെ voters.eci.gov.in എന്ന പോർട്ടൽ വഴിയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർഷിക സ്റ്റോക്ക് എടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ഓഫീസിൽ ഏപ്രിൽ 1 മുതൽ 3 വരെ സ്റ്റേഷനറി സാധനങ്ങളുടെ വിതരണം ഉണ്ടായിരിക്കില്ലെന്ന് അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിംഗ് മാർച്ച് 26 രാവിലെ 11 കമ്മീഷന്റെ ശാസ്തമംഗലത്തുള്ള ഓഫീസ് കോർട്ട് ഹാളിൽ നടക്കും. സിറ്റിംഗിൽ പുതിയ പരാതികളും സ്വീകരിക്കുന്നതാണെന്ന് രജിസ്ട്രാർ അറിയിച്ചു. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൂർക്ക കിഴങ്ങ് തരംതിരിക്കുന്ന യന്ത്രത്തിനും തരംതിരിക്കൽ രീതിക്കും പേറ്റന്റ് ലഭിച്ചു. CTCRI ശാസ്ത്രജ്ഞൻ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. തിരുവനന്തപുരം കിംസ്, വിനോദ് നഗർ, പുലേനാർകോട്ട, TB സാനറ്റോറിയം റോഡുകളിൽ മാർച്ച് 25-26 തീയതികളിൽ BM പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നു മുതൽ മാർച്ച് 26 വരെ കോട്ടയം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.